വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന LSDD ഗ്രേഡ് 2 എക്സാം അതുപോലെ തന്നെ KWA എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 ലെവൽ എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് നിമിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ എക്സാംസിന് കണ്ടുവരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിമിയിൽ ബിൽഡിംഗ് മെറ്റീരിയല് സ്റ്റോൺ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക, നിങ്ങൾക്ക് എന്തായാലും ഇത് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ക്വാറി സാപ്പ് ഫ്രം സ്റ്റോൺ ഇസ് കോൾഡ് ഡാഷ് ആൻഡ് ദ സ്റ്റോൺ ഷുഡ് ബി ലെഫ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഫോർ ദിസ് പ്രോസസ്. ഓക്കെ, നമ്മുടെ സ്റ്റോണിൽ നിന്ന് ക്വാറി സാപ്പിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് പേരാണ് പറയുക എന്നാണ് ചോദിച്ചത്. അതിനുവേണ്ടി എത്ര സമയവുമാണ് നമ്മൾ കൊടുക്കുക എന്നതാണ് ചോദ്യം. നമുക്കറിയാം, ഒരു സ്റ്റോണ് നമ്മൾ ക്വാറിയിൽ നിന്ന് സ്റ്റോണിനെ ഡിറ്റാച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് സ്റ്റോണിൽ നിറയെ മോയ്സ്ചർ ഉണ്ടാവും. ആ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സ്റ്റോണിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോൺ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ആ സ്റ്റോണിലുള്ള മോയ്സ്ചറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ സീസണിങ് എന്നാണ് പറയാം. ഓക്കെ, ഈ സീസണിങ്ങിന് വേണ്ടി നമ്മൾ 6 to 12 month ആണ് നമ്മൾ പറയാം. 6 to 12 month ആണ് നമ്മൾ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണാം. Which of the following is the most powerful medium for carrying weathered materials for the formation of sedimentary rock? Okay, അപ്പം സെഡിമെന്ററി റോക്കിന്റെ ഫോർമേഷന് കാരണമായ മോസ്റ്റ് പവർഫുൾ മീഡിയം ഏതാണ് എന്നതാണ് ചോദ്യം. നമുക്കറിയാം, സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് ഡെപ്പോസിഷനുകൾ കൊണ്ട് വെതറിങ് ആക്ഷൻ കൊണ്ടൊക്കെ ഫോം ചെയ്യുന്ന റോക്കാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് പല തരത്തിൽ നമ്മുടെ സെഡിമെന്ററി റോക്കുകൾ ഫോം ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഓർഗാനിസംസ് വഴി, അതുപോലെ തന്നെ വിൻഡ് വഴി, അതുപോലെ തന്നെ മഴ, അങ്ങനെ പല റീസൺ കൊണ്ട് നമ്മുടെ ഡെപ്പോസിറ്റുകൾ ഒരു സ്ഥലത്ത് ഫോം ചെയ്ത് ലെയർ ആയിട്ട് സെഡിമെന്ററി റോക്കുകൾ ഫോം ചെയ്യാറുണ്ട്. അപ്പം ഈ സെഡിമെന്ററി റോക്കുകളുടെ ഫോർമേഷന് കാരണമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓപ്ഷൻസിൽ വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, കെമിക്കൽ ഏജൻസ് ഉണ്ട്, ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഏറ്റവും പവർഫുൾ മീഡിയം ആയിട്ട് നമ്മൾ പറയുന്നത് വാട്ടറിനെയാണ് കേട്ടോ. വാട്ടറാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മീഡിയം ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. എ ടൈപ്പ് ഓഫ് റോക്ക് possess crystalline and compact grain. They cannot be split into thin slab. ഒരു ടൈപ്പ് ഓഫ് റോക്ക് ആണ്. അവർ ക്രിസ്റ്റലൈൻ ആൻഡ് കോമ്പാക്റ്റഡ് ഗ്രെയിൻസോട് കൂടിയവരാണ്. പക്ഷെ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തിൻ സ്ലാബായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ അൺസ്ട്രാറ്റിഫൈഡ് റോക്കിന് കൊടുത്തിട്ടുള്ള ഡെഫിനേഷനാണ്. ഓക്കെ, നമുക്കറിയാം, പൊതുവെ അൺസ്ട്രാറ്റിഫൈഡ് റോക്കുകളെല്ലാം തന്നെ ഇഗ്നിയസ് റോക്കുകളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അൺസ്ട്രാറ്റിഫൈഡ് റോക്കിൻ്റെ ഡെഫിനേഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്കിന് എക്സാമ്പിൾസ് നോക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണെങ്കിലും ട്രാപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ മാർബിൾ ആണെങ്കിലും അൺസ്ട്രാറ്റിഫൈഡ് റോക്കിന് എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ഓഫ് ദീസ് ഇവിടെ ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. Which of the following is suitable for making road metal, rubble masonry, foundation work, etc. ഓക്കെ, ഇത്തരത്തിലുള്ള വർക്കുകൾക്ക്, റോഡ് മെറ്റൽ ആയിട്ട് റബിൾ മേസൺറി വർക്കുകൾക്ക്, ഫൗണ്ടേഷൻ വർക്കുകൾക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏത് ടൈപ്പ് റോക്കാണ് എന്നതാണ് ചോദ്യം. നമുക്ക് ഗ്നിസ്, ബസാൾട്ട് ആൻഡ് ട്രാപ്പ്, ഗ്രാനൈറ്റ്, മാർബിൾ തന്നിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ വർക്കുകൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ബസാൾട്ടിനെയും ട്രാപ്പിനെയുമാണ് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരുടെ ഫങ്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് കാണാം. അതിലിപ്പോൾ ഗ്നിസ് ആണെങ്കിൽ നമ്മൾ
സ്ട്രീറ്റ് പേവിംഗ് വർക്ക്, റഫ് ആയിട്ടുള്ള സ്റ്റോൺ മേസണറി വർക്കുകൾക്കുമാണ് അവരെ പ്രിഫർ ചെയ്യുക. ഗ്രാനൈറ്റിനെ ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പുകൾ, സില്ലുകൾ, ഫേസിംഗ് വാൾ വർക്ക്, ബ്രിഡ്ജ് പിയേഴ്സ്, കോളംസ്, ഇതിനെയും നമ്മൾ റോഡ് മെറ്റൽസും ബല്ലാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യും കേട്ടോ. ഇത് കാർവിംഗ് വർക്കുകൾക്ക് സ്യൂട്ടബിൾ അല്ല, കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് കാർവിംഗ് വർക്കുകൾക്ക് സ്യൂട്ടബിൾ അല്ല. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. കാർവിംഗ് വർക്കുകൾക്ക് സ്യൂട്ടബിൾ അല്ലാത്തൊരു സ്റ്റോൺ ആയിട്ട് നമുക്ക് ആരെ പറയാവുന്നതാണ്? ഗ്രാനൈറ്റിനെ പറയാവുന്നതാണ്. ആൻഡ് ദെൻ മാർബിൾ, ഫ്ലോറിംഗ് വർക്കിന് ഫേസിംഗ് വർക്ക്, കോളം, സ്റ്റെപ്പ്, ഓർണമെന്റൽ വർക്ക്. ഇറ്റ് ക്യാൻ ബി അതിൻ്റെ സർഫസ് നമുക്ക് ഈസിലി പോളിഷ് ചെയ്യാനും സാധിക്കും. അപ്പം ഇത് കോമൺ ആയിട്ടുള്ള യൂസുകളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസ്. ഇപ്പോൾ ബ്രിഡ്ജ് പിയറിന്, ബല്ലാസ്റ്റിന് എന്നൊക്കെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഗ്രാനൈറ്റ് പറയാനായിട്ട് പറ്റുന്നതാണ്. റഫ് സ്റ്റോൺ മേസൺറി വർക്കുകൾക്ക് ആരെ യൂസ് ചെയ്യാം? ഗ്രിസിനെ യൂസ് ചെയ്യാം എന്ന് പറയാം. ഓക്കെ, കാർവിംഗ് വർക്കുകൾക്ക് സ്യൂട്ടബിൾ അല്ലാത്തത് ആരെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ആരെ പറയാം? ഗ്രാനൈറ്റിനെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൻസർ ആരായിരുന്നു? ബസാൾട്ടും ട്രാപ്പും ആണ് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം കാണാം. അഞ്ചാമത്തെ ചോദ്യം, Dash is a powerful explosive and it does not produce smoke. It can be used underwater. അണ്ടർവാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോസീവ്. അങ്ങനെയുള്ള എക്സ്പ്ലോസീവുകൾ കുറേ ഉണ്ട്, പക്ഷെ അതിൽ എടുത്ത് പറയുന്നുണ്ട് ഇവർ സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യാതെ നമുക്ക് അണ്ടർ വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? കോഡൈറ്റിനെയാണ് നമ്മൾ പറയാം. ആറാമത്തെ ചോദ്യം കാണാം. Dash is strong as dynamite but less shattering power and decomposes with the rise of temperature. It is generally transported and stored in moist condition. Generally ഒരു മോയിസ്റ്റ് കണ്ടീഷനിലാണ് ഇവരെ നമ്മൾ സ്റ്റോർ ചെയ്യാതെ പറഞ്ഞു. സോ ഇതിന് എന്താണ്? ഡൈനാമൈറ്റിനേക്കാളും സ്ട്രോങ് ആണ്, ഷാറ്ററിങ് പവർ കുറവുമായിട്ടുള്ളത്. ഇതിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് മോയിസ്റ്റ് കണ്ടീഷനിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നത്? നമ്മൾ പറയാറുണ്ട് ഒരു ക്ലീൻ കോട്ടൺ നമ്മൾ എവിടെയാണ് നൈട്രിക് ആസിഡിലും H2SO4ലും സാച്ചുറേറ്റ് ചെയ്തിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്ലോസീവ് ഉണ്ട് അല്ലേ? ആരാണ്? ഗൺ കോട്ടണെയാണ് നമ്മൾ ഡൈനാമൈറ്റ് പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോസീവ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ് എല്ലാവർക്കും, നമുക്കൊരു ഓവർസിയർ സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ലെവൽ എക്സാം എഴുതുന്നവർക്ക് നിമിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതായത് നിമിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എക്സാംസിന് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിമി ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ, നിമിയിലുള്ള കണ്ടന്റുകൾ കൂടുതലായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു നിമി ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ ഈ ഒരു കോഴ്സിലൂടെ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നിമി ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് മുന്നിലെത്താം. വളരെ ചെറിയൊരു ഫീസാണ് ഈ ഒരു കോഴ്സിന് വരുന്നത്. 999 ആണ് കേട്ടോ നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 16 മുതൽ നമ്മുടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോഴും അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, നമുക്ക് 7th ക്വസ്റ്റ്യൻ കാണാം. ഏഴാമത്തെ ചോദ്യം, ദ പ്രഷർ ആക്ടിങ് ഓൺ ദ സ്റ്റോൺ ഇൻ സ്റ്റോൺ മേസൺറി ഷുഡ് ബി. സ്റ്റോൺ മേസൺറിയിൽ നമ്മുടെ പ്രഷർ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ബെഡിങ് പ്ലെയിൻ, അറ്റ് 45 degree ഡയറക്ഷൻ ഓഫ് ബെഡിങ് പ്ലെയിൻ, അറ്റ് 60 degree ടു ദ ഡയറക്ഷൻ ഓഫ് ബെഡിങ് പ്ലെയിൻ, perpendicular to the direction of bedding plane. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എങ്ങനെയാ പറയാ? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ബെഡിങ് പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, എട്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ സ്റ്റോൺ. തന്നിട്ടുള്ളതിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റോൺ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബിറ്റുമിനസ് സ്റ്റോൺ ഉണ്ട്, റാംസൺ സ്പേറ്റൻ സ്റ്റോൺ ഉണ്ട്, റീകൺസ്ട്രക്റ്റഡ് സ്റ്റോൺ ഉണ്ട്.
ഇവരെ എല്ലാവരെയും നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റോണിൻ്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാർബിളുകൾ, അതുപോലെ ടെറാസോ, മൊസൈക്ക് സ്റ്റോണുകൾ, ഇവരെയൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ സ്റ്റോൺസിൻ്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ആർട്ടിഫിഷ്യൽ സ്റ്റോണിന് എക്സാമ്പിളായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, 9ാമത്തെ ചോദ്യം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 2.6 to 2.7, 2 to 2.75, 2.65 to 2.95, 2.4 to 2.5. അപ്പം ഇതിൽ നമുക്ക് ഗ്രാനൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് പറയാനായിട്ട് സാധിക്കുക 2.6 to 2.7 ആണ്. 2.6 to 2.7 ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ്ലി നിമി ബേസ്ഡ് ആയിട്ട് മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ്. നിമിയിലുള്ള ആൻസറുകൾ തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അവസാനത്തെ ഒരു ചോദ്യം കണ്ടാലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റോൺ ഹാസ് ലീസ്റ്റ് ക്രഷിംഗ് സ്ട്രെങ്ത്? തന്നിട്ടുള്ളതിൽ ഏറ്റവും കുറഞ്ഞ ക്രഷിംഗ് സ്ട്രെങ്ത് ഉള്ളവർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം പൊതുവേ നമ്മൾ നമ്മുടെ റോക്കിനെ അതിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തുകൊണ്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ജിയോളജിക്കലി നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 രീതിയിലാണ്. ഇഗ്നിയസ്, അതുപോലെ തന്നെ സെഡിമെൻ്ററി, അതുപോലെ മെറ്റാമോർഫിക്. ഈ 3 റോക്കുകളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്രഷിംഗ് സ്ട്രെങ്ത് ലീസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത് സെഡിമെൻ്ററി റോക്കുകൾക്കാണ്. സെഡിമെൻ്ററി റോക്കുകൾക്കാണ് ക്രഷിംഗ് സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ നിമി ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ബിൽഡിംഗ് മെറ്റീരിയലിലെ സ്റ്റോൺ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും നല്ല ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ഇതുപോലെ നിമിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം ഓക്കെ, താങ്ക് യു.